നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരു ആത്മീയത, ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആത്മീയത എന്ന് പറയാനായിട്ട് പറ്റും. ഇതൊരു നല്ല മനോഭാവമാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന വലിയ നല്ല ഒരു മനോഭാവം. കുറേ പേര് ഇങ്ങനെ ഒരു ആത്മീയത കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ ഒരു ആത്മീയത കൊണ്ട് ഒത്തിരി ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുലിഖിതത്തിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെക്കുറിച്ചും വറുതിയെക്കുറിച്ചും ചിന്തിക്കുക. നല്ല നല്ല ഭൗതിക അവസ്ഥയിലും ചുറ്റുപാടുകളിലുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, അവയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക, ഒന്ന് ധ്യാനിക്കുക എന്നാണ് തിരുവചനം പറയുന്നത്. നിങ്ങളെടുത്ത് നോക്കിയോ, അനേകം ധനികരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ചുറ്റുപാടുകൾ ജീവിക്കുന്ന മനുഷ്യർ, അവർക്കെപ്പോഴും പറയാനും ഓർമ്മിക്കാനുമായിട്ട് സഹനങ്ങളുടെ ഒരു ജീവിതം ഉണ്ടാവും. ദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും അനുഭവ സമ്പത്ത് ധാരാളം ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് സഹിച്ച് നല്ല നിലയിലെത്തിയിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. എന്തിനാണ് ദൈവം അവർക്ക് ദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും അനുഭവങ്ങൾ അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർക്ക് കൊടുത്തത്? അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അതൊരു കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. എന്താണ് ആ കർത്താവിൻ്റെ ലക്ഷ്യം? എന്തായിരിക്കും ആ കർത്താവിൻ്റെ പദ്ധതി? നല്ല സമൃദ്ധിയിലും നല്ല ചുറ്റുപാടുകളിലൊക്കെ വലിയ സന്തോഷത്തിലും ആനന്ദത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പഴയ കാലം മറക്കാനായിട്ട് പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ദാരിദ്ര്യത്തിൻ്റെ ആ പഴയ വിശപ്പ് അനുഭവിച്ച നിമിഷങ്ങൾ മറക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെ മറക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന, വിശപ്പിലൂടെ കടന്നു പോകുന്നത്, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അവരെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരെ സഹായിക്കാനും അവരുടെ ആ സഹനത്തിൽ പങ്കുചേരുവാനുമുള്ള ഒരു വലിയ മനസ്സ് അപ്പോൾ നമുക്കുണ്ടാവും. നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും ഈ കാരുണ്യത്തിൻ്റെ ഈ മനസ്സ് നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്ന് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ചെറിയ അനുഭവങ്ങളൊക്കെ കൊടുക്കണം. സമ്പത്ത് എന്താണെന്നും സമൃദ്ധി എന്താണെന്നും ആനന്ദം എന്താണെന്നും സന്തോഷം എന്താണെന്നും മാത്രമല്ല അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അനുഭവമായിട്ട് കൊടുക്കേണ്ടത്. ഇടയ്ക്കൊക്കെ വിശപ്പ് എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും ഉള്ള ഒരു അനുഭവം അവർക്ക് കൊടുക്കണം. പണ്ട് നിങ്ങൾ ജീവിച്ച പോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അവർക്കത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് അങ്ങനത്തെ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവർ വലുതാകുമ്പോഴും അവരുടെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദം, ഈ ആശ്വാസം, ഈ വലിയ ഉയർച്ചയെല്ലാം ദൈവം തന്നതാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. എന്നാൽ മാത്രമേ ഈ ആശ്വാസം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് വചനം പറയുന്നത്. കൊരിന്ത്യർ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4-ാം തിരുലിഖിതത്തിലാണ് ഈ വചനം കാണുക. വചനം പറയുന്നു, ദൈവം നമുക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യർത്ഥതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും ആശ്വസിപ്പിക്കുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട അവസാനം ഇന്ന് നിനക്ക് ദൈവം ഒരു ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആശ്വാസം വ്യർത്ഥതകൾ അനുഭവിക്കുന്നവരിലേക്കും കൂടെ എത്തണം, വേദനകൾ അനുഭവിക്കുന്നവരിലേക്കും എത്തണം. അങ്ങനെയാണ് കർത്താവിൻ്റെ ആശ്വാസം നിങ്ങളിലൂടെ, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുക. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ അനേകരിലൂടെ എത്തപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒന്നുമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ സമൃദ്ധിയുടെ ഒരു നാളുകൾ ഉണ്ടാകാൻ, സമ്പത്തിൻ്റെ ഒരു നാളുകൾ ഉണ്ടാകാനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മൾ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നത് കാണാൻ ഇടവരുത്തുമാറാകട്ടെ. നമ്മുടെ ഭൗതിക സാമ്പത്തിക മേഖലയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ആശീർവാദം സ്വീകരിക്കാം.